ഇപ്പം ഓഡീഷൻ പലപ്പോഴും ഓപ്പൺ ഓഡീഷനൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക തട്ടിപ്പാന്നൊക്കെ പറയുന്നേക്കെ. അങ്ങനെയല്ല, പലരും വെറുതെ ആൾക്കാരിങ്ങനെ വിളിക്കും, ഒരു കാര്യവും ഇല്ല. ചിലപ്പം ക്രൗഡിലൊക്കെ നിൽക്കാനായിരിക്കും. അങ്ങനെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇപ്പോൾ നമ്മൾ ഞാൻ ചെയ്ത എല്ലാ പടങ്ങളും, പണ്ട് ചെയ്തിട്ടുള്ള എല്ലാ പടങ്ങളും ഓഡീഷൻ അറ്റൻഡ് ചെയ്ത് അതിൽ അങ്ങനെ സെലക്ട് ആയിട്ട്, അപ്പോൾ നമ്മുടെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ വിളിക്കുന്നതും. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലായി, പക്ഷേ പരിപാടി അപ്പോൾ അവർ പറഞ്ഞ പരിപാടി, പക്ഷെ ആ ക്യാരക്ടറിന് ചിലപ്പോൾ അധികം കൂടുതലായിട്ടൊന്നും ചെയ്യാനുണ്ടാവത്തില്ല. ചിലപ്പം അവൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ഇനി ഒരു ഗ്യാങ് പരിപാടിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഡയലോഗ് ആണെങ്കിൽ 1-2 ഡയലോഗുകളൊക്കെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഡയലോഗുകളൊന്നും ഇല്ലാത്ത വേഷങ്ങൾ വരെ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ വളർന്നുകൊണ്ടിരിക്കും. നമ്മൾക്കിപ്പം നമ്മൾ സിനിമ നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലായിരുന്നല്ലോ. അപ്പം ഓഡീഷൻസ് ചിലപ്പം അവർ ഏതെങ്കിലും ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ടായിരിക്കും, ചിലപ്പം മെയിനായിട്ട് ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഓഡീഷൻ. അപ്പോൾ എല്ലാവർക്കും എല്ലാ പടത്തിലും ഇപ്പോൾ ഒരു 1000 പേര് പോകുന്ന ഓഡീഷനിൽ ഇപ്പോൾ അത്രയും പേര് നമുക്ക് എടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ 1-2 ആൾക്കാർ എടുക്കുന്നുണ്ടാവും. ചിലപ്പം ബാക്കിയുള്ളവരൊന്നും അറിയത്തുണ്ടാവില്ല, സെലക്ട് ചെയ്തിട്ടുള്ളവർ അറിയുന്നില്ല. ഒന്നും അങ്ങനെ ഫേക്ക് ആയിട്ടുള്ള ഓഡീഷൻസും നടക്കാറുമുണ്ട്. പക്ഷെ എല്ലാം നമുക്ക് അങ്ങനെ വിചാരിച്ചിട്ട് നമുക്ക് ഇരിക്കാനും പറ്റത്തില്ല.